Welcome to the part 3 video of module 1 of Metallurgy and Material Science Engineering. Myself Shambhu Jayachandran, Assistant Professor, Mechanical Department of SNIT Adur. So in the last class we have discussed about various crystal system and Bravais lattices. Okay. In this section we will discuss about 4 simple crystal structures. അതായത് ബ്രവേസ് ലാറ്റിസിൽ നമ്മൾ പരാമർശിച്ചിട്ടുള്ള 4 ക്രിസ്റ്റൽ സ്ട്രക്ചറുകളാണ് നമ്മളിവിടെ എലാബറേറ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ. അപ്പോൾ എന്താണ് സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ? ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് A = B, അതായത് ലാറ്റിസ് പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള 3 ഇന്റർസെപ്റ്റ്സ് A, B and C, അത് 3 ഈക്വലും ആയിരിക്കും. ആൽഫ, ബീറ്റ, ഗാമ ഇന്റർഫേഷ്യൽ ആംഗിൾസ് 3 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഇത് സിമ്പിൾ ക്യൂബിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പ്രിമിറ്റീവ് ടൈപ്പ് യൂണിറ്റ് സെല്ലാണ് അല്ലേ. അതായത് എല്ലാ കോർണേഴ്സിലും മാത്രമേ ഇവിടെ ആറ്റംസ് ഉള്ളൂ. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ പോയിന്റിൽ ഒരു ആറ്റം, ഈ കോർണർ പോയിന്റിൽ വേറെ ആറ്റം, ഈ കോർണർ, അങ്ങനെ മൊത്തം 8 കോർണേഴ്സിലായിട്ട് 8 ആറ്റംസ് ഉണ്ട്. ഈ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ 8 കോർണേഴ്സിലായിട്ട് 8 ആറ്റംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള ഒരു ക്യൂബിക് സെല്ലിനെയാണ്, ഒരു ക്യൂബിക് സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്തുവാണ് ഈ ഒരു മുറിഞ്ഞായിട്ടിരിക്കുന്നത്? ഈ ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ എത്ര പോർഷനാണ് ഈ യൂണിറ്റ് സെല്ലിനകത്ത് കയറിയേക്കുന്നത്, അതാണ് ഇത് കാണിച്ചേക്കുന്നത്. മനസ്സിലായോ? അതായത് ഈ ഒരു യൂണിറ്റ് സെല്ല്, ഇതിൻ്റെ മുകളിലോട്ട് വേറെ യൂണിറ്റ് സെല്ലുണ്ട്, ഇതിൻ്റെ അപ്പുറത്തോട്ട് വേറെ യൂണിറ്റ് സെല്ലുണ്ട്, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലുണ്ട് വേറെ യൂണിറ്റ് സെല്ല്, ബാക്ക് സൈഡിലുണ്ട്, ഫ്രണ്ട് സൈഡിലുണ്ട്, താഴോട്ടുണ്ട്, മുകളിലോട്ടുണ്ട് അല്ലേ. അപ്പം ചുരുക്കം പറഞ്ഞാൽ എല്ലാ എഡ്ജിലും കൂടെ, ഓരോ എഡ്ജിലും 8 യൂണിറ്റ് സെല്ലുകൾ വേറെ കാണത്തില്ലേ. അപ്പോൾ ഇവിടെ ഒരു യൂണിറ്റ് സെല്ല്, ഓരോ കോർണറിൽ 8 യൂണിറ്റ് സെല്ലുകളുടെ മീറ്റിംഗ് പോയിന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്തേ. ഇതൊരു യൂണിറ്റ് സെല്ല്, ഇതിൻ്റെ ഈ ഒരു എഡ്ജിൽ വേറൊരു യൂണിറ്റ് സെല്ല്, ഇതിൻ്റെ അപ്പുറത്തോട്ട് മാറ്റി വേറെ യൂണിറ്റ് സെല്ല്, ഇവിടോട്ട് മാറ്റി വേറെ യൂണിറ്റ് സെല്ല് അല്ലേ. 4 യൂണിറ്റ് സെല്ല് ഈ ഒരു പൊസിഷനിൽ തന്നെ ഉണ്ടല്ലോ. ഈ യൂണിറ്റ് സെല്ലിൻ്റെ മുകളിലായിട്ട് പിന്നെ ഒരു 4 യൂണിറ്റ് സെല്ല് വരത്തില്ലേ. ആ യൂണിറ്റ് സെല്ലുകളുടെ എല്ലാ മീറ്റിംഗ് പോയിന്റ് ഈ ഒരു കോർണർ അല്ലേ. അപ്പോൾ ഈ ഒരു ആറ്റം എത്ര യൂണിറ്റ് സെല്ലുകളിൽ ഷെയർ ചെയ്യുന്നുണ്ട്? 8 യൂണിറ്റ് സെല്ലുകളിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പീസ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഈ ഒരു പീസ് 1/8 ഓഫ് ആൻ ആറ്റം. 1/8 ഓഫ് ആൻ ആറ്റം ആണ് ഒരു യൂണിറ്റ് സെല്ലിൽ ഉള്ളത്. ഓക്കെ, അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഫിഗർ ജസ്റ്റ് കാണിച്ചത്. ഇനി അടുത്തതെന്ന് വെച്ചാൽ ബോഡി സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, നോൺ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയുമ്പോൾ അവിടെ കോർണേഴ്സിൽ കൂടാതെ ബാക്കി പൊസിഷൻസിലും ആറ്റംസ് വരാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്താണ്? 4 കോർണറിലും ആറ്റംസ് ഉണ്ട്. അതുകൂടാതെ സെൻട്രലായിട്ട്, ബോഡിയുടെ സെൻട്രലായിട്ട് വേറൊരു ആറ്റം ഉണ്ട് അല്ലേ. ഇവിടെ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1/8 പോർഷൻസ് ആണ് എല്ലാ കോർണർ ആറ്റംസും ഷെയർ ചെയ്തേക്കുന്നത് ഒരു യൂണിറ്റ് സെല്ലുമായിട്ട്. അതുകൂടാതെ ഒരു സിംഗിൾ ആറ്റം അതിൻ്റെ ബോഡിയുടെ ആ യൂണിറ്റ് സെല്ലിൻ്റെ സെൻറ്ററിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ എന്തുവാണ് ബോഡി സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ക്യൂബിക് സ്ട്രക്ചറിൽ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ക്യൂബിക് സ്ട്രക്ചർ ഉണ്ടല്ലോ, ഈ ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ എന്തോ സംഭവിച്ചേക്കുന്നത്? ബോഡി സെൻറ്ററിലും കൂടെ ഒരു ആറ്റം വരുന്നു. അങ്ങനെ വരുന്ന ആറ്റം സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോഡി സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കോർണറിലും 1/8 ആറ്റംസ് വെച്ചുകൊണ്ട്, അതുകൂടാതെ സെൻറ്ററിൽ ഒരു ഫുൾ ആറ്റം ഉണ്ട്. ഇതിന് എക്സാമ്പിൾ തന്നെ ടങ്സ്റ്റൺ, വനേഡിയം, മോളിബ്ഡനം, ക്രോമിയം, ആൽക്കലൈൻ മെറ്റൽസ് എക്സെട്ര. ഓക്കെ, ഇനി ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഫേസ് സെൻറ്റേർഡ് അല്ലേ. ഓരോ ഫേസിൻ്റെയും സെൻറ്ററുകളിലായിട്ട് ആറ്റംസ് ഉണ്ട്. കോർണർ ആറ്റംസ് കൂടാതെ ഓരോ ഫേസിലെയും സെൻട്രലിലായിട്ട് ഓരോ ആറ്റംസ് ഉണ്ട് അല്ലേ. അങ്ങനത്തെ ഒരു സ്ട്രക്ചറിനെയാണ് ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. എത്ര ഫേസസ് ഉണ്ട് ഇവിടെ? 1, 2, 3. ഈ ഫേസിൻ്റെ ഓപ്പോസിറ്റ് അടിയിലൊരു ഫേസ് ഇല്ലേ? 4. ഈ ഫേസിൻ്റെ ഓപ്പോസിറ്റ് അപ്പുറത്തൊരു ഫേസ് ഇല്ലേ? അതാണ് ഈ ഫേസ്, 5. അതേപോലെ ഈ ഫേസിന് ഓപ്പോസിറ്റ് അപ്പുറത്തൊരു ഫേസ് ഇല്ലേ? അതാണ് ഈ ഇരിക്കുന്നത്, 6. അപ്പോൾ ടോട്ടൽ 6 ഫേസസ് ഉണ്ട്. ആ 6 ഫേസസിൻ്റെ സെൻട്രലായിട്ട് ഓരോ ആറ്റംസും ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ഒരു സിസ്റ്റമാണ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. അത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്, എന്നാലും ഞാൻ ഒന്നും കൂടെ പറയാം. ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിന് എങ്ങനെയായിരിക്കും? ഒരു ഹെക്സഗണൽ പ്രിസം മോഡലിലായിരിക്കും ആ ക്രിസ്റ്റലിൻ്റെ
അല്ലെങ്കിൽ ആ യൂണിറ്റ് സെല്ലിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ആ ക്രിസ്റ്റലിൻ്റെ ഹെക്സഗണൽ പ്രിസത്തിൻ്റെ ടോപ്പ് ഫേസിലും ബോട്ടം ഫേസിലും 6 കോർണറുകളുണ്ട് അല്ലേ. 6 കോർണറിലായിട്ട് ഓരോ ആറ്റംസ് ഉണ്ട്. അത് കൂടാതെ എന്തുണ്ട്, ആ മുകളിലത്തെയും താഴത്തെയും ഫേസിൻ്റെ സെൻറ്ററിൽ ഒരു ആറ്റം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എടുക്കുകയാണെങ്കിൽ ഒരു ഹെക്സഗണൽ പ്രിസം മോഡലിലായിരുന്നു ആ യൂണിറ്റ് സെല്ല് അറേഞ്ച് ചെയ്തേക്കുന്നത്. അവിടെ എന്തുവാണ്, ഹെക്സഗണൽ യൂണിറ്റ് സെല്ലിൻ്റെ ടോപ്പിലും ബോട്ടത്തിലുമുള്ള എഡ്ജ് ഫേസിൻ്റെ 6 കോർണേഴ്സ്, ഒരു ഫേസിന് 6 കോർണേഴ്സ് ഉണ്ട് അല്ലേ. ഹെക്സഗൺ എന്ന് പറയുമ്പോൾ 6 കോർണറുകളുണ്ട്. ഈ 6 കോർണറുകളിലും ഓരോ ആറ്റവും, കൂടാതെ എന്തുവാണ്, മുകളിലത്തെയും താഴത്തെയും ഫേസുകളുടെ സെൻറ്ററിൽ ഒരു ആറ്റവും ഉണ്ട്. അപ്പോൾ ഫേസ് സെൻറ്റർ ആറ്റം ഈ 2 ഫേസുകളിലുണ്ട്. ഇത് കൂടാതെ ഈ 2 ഫേസുകളുടെയും നടുക്കായിട്ട് ഒരു 3 ആറ്റംസ് ട്രയാങ്കുലർ മോഡലിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. മുകളിലും താഴെയും ഹെക്സഗണൽ ഷേപ്പിലുള്ള ഫേസിൽ 6 കോർണറിൽ 6 ആറ്റവും, കൂടാതെ ഫേസിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ആറ്റവും ഉണ്ട്. അതേപോലെ തന്നെയാണ് താഴെ. ഇനി അതുകൂടാതെ എന്ത് സംഭവിച്ചാൽ ഈ 2 ഫേസിൻ്റെ നടുക്കായിട്ട് ഒരു ട്രയാങ്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് 3 ആറ്റംസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ളൊരു അറേഞ്ച്മെൻറ്റിനെയാണ് എന്താ പറയുന്നത്, ഹെക്സഗണൽ ക്ലോസ് പാക്ക് സ്ട്രക്ചർ എന്നാണ്, HCC. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് മഗ്നീഷ്യം, സിങ്ക്, ടൈറ്റാനിയം, ബെറിലിയം, കാഡ്മിയം. അപ്പോൾ ഈ 4 ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സിനാണ് നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സെൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയും അല്ലേ. ഒരു യൂണിറ്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് എഫക്റ്റീവ് നമ്പർ ഓഫ് യൂണിറ്റ് സെൽ, എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. രണ്ടാമത്തത് കോർഡിനേഷൻ നമ്പർ. ഓക്കെ, മൂന്നാമത്തത് അറ്റോമിക് റേഡിയസ്, നാലാമത്തത് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ, അഞ്ചാമത്തത് വോയിഡ് സ്പേസും ഡെൻസിറ്റി. നമ്മൾ ഈ വീഡിയോയിൽ എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ലും കോർഡിനേഷൻ നമ്പറും മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. എന്താണ് ഈ എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ലും കോർഡിനേഷൻ നമ്പറും നമ്മൾ ഈ നേരത്തെ ഡിസ്കസ് ചെയ്ത ഈ 4 ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ എങ്ങനെയാണെന്ന് നമ്മളിവിടെ പറയും. ഓക്കെ, ആദ്യം നമുക്ക് എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എന്തെന്ന് നോക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, ഈ ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ക്രിസ്റ്റലിലെ അറേഞ്ച്മെന്റ് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ആ യൂണിറ്റ് സെല്ലിൽ എത്ര ആറ്റംസ് ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിനകത്ത് എത്ര ആറ്റംസ് പൊസസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള എന്നുള്ളതാണ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര ആറ്റംസ് ഉൾക്കൊണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര ആറ്റംസ് അതിൽ പൊസസ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ പറയുകയാണെങ്കിൽ എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ഈസ് ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പർ ഓഫ് ആറ്റംസ് പെർ ലാറ്റിസ് പോയിന്റ് ആൻഡ് ദ നമ്പർ ഓഫ് ലാറ്റിസ് പോയിന്റ് പെർ യൂണിറ്റ് സെൽ. ഓക്കെ, അത് നമുക്ക് എന്തുവാന്ന് എക്സാമ്പിൾ എടുക്കുമ്പോൾ മനസ്സിലാകും. ഇനി അടുത്ത കോർഡിനേഷൻ നമ്പർ എന്തുവാണ്. അപ്പം എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എന്തോന്ന് മനസ്സിലായല്ലോ. അതൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് യൂണിറ്റ് സെല്ലിന്റെ. എന്തുവാണ് അവിടെ പറയുന്നത്, ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര ആറ്റംസ് പൊസസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്ര ആറ്റംസ് ആ യൂണിറ്റ് സെല്ലിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ യൂണിറ്റ് സെല്ല് ക്യാരി ചെയ്യുന്നത് എത്ര ആറ്റംസ് ആണ്. മനസ്സിലായോ? അടുത്ത ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കോർഡിനേഷൻ നമ്പർ. കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് എന്താണ്, ഒരാറ്റത്തിന്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ആറ്റങ്ങൾ അല്ലെ. ദ കോർഡിനേഷൻ നമ്പർ ഈസ് ഡിഫൈൻഡ് ആസ് ദ number of nearest atoms which are directly surrounding a given atom. അപ്പോൾ തന്നിരിക്കുന്ന ഒരു ആറ്റത്തിൽ അതിന്റെ സറൗണ്ടിങ്ങിലായിട്ട് എത്ര ആറ്റംസ് അവിടെ എന്താ പറയുന്നത് അതായത് അതിന്റെ സറൗണ്ടിങ് ആയിട്ട് നൈബർ ആറ്റംസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ആറ്റംസെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നിയറസ്റ്റ് ആയിട്ടുള്ള നൈബർ ആറ്റംസ് എത്ര എണ്ണം ഉണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോർഡിനേഷൻ നമ്പർ എന്തിനാ യൂസ് ചെയ്യുന്നത്, അല്ല എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ കോർഡിനേഷൻ നമ്പർ മനസ്സിലാക്കുന്നത്? അനലൈസിങ് ദ ബോണ്ടിങ് ഓഫ് ആറ്റംസ് വിത്തിൻ ദ മെറ്റീരിയൽ. അപ്പോൾ കോർഡിനേഷൻ നമ്പർ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു ആറ്റത്തിന് ചുറ്റും എത്ര ആറ്റംസ് ഉണ്ടെന്നും ആ ആറ്റംസ് തമ്മിൽ എന്തൊക്കെ തരത്തിലുള്ള സ്ട്രെങ്ത് ഉണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ ബോണ്ടിങ് ബിറ്റ്വീൻ ആറ്റംസ് ആണ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്താണെന്ന് വെച്ചാൽ കോർഡിനേഷൻ നമ്പർ മനസ്സിലാക്കുന്നത്. അപ്പം വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കിക്കൂടെ, coordination number of a given crystal structure is an indication of closeness of packing of an atom.
ഇപ്പം ഞാൻ ഒരു ബോക്സിനകത്ത് കുറേ ബോൾസ് വാരിയിട്ട് അല്ലേ, അപ്പോൾ അവിടെ ആ ബോളുകളുടെ ഒരു ബോളിൻ്റെ ചുറ്റിനും എത്ര ബോൾ ഉണ്ടെന്നുള്ള കണക്ക് വെച്ചിട്ട് നമുക്ക് എന്തോ പറയാം, എത്രത്തോളം ക്ലോസ് ആയിട്ടാണ് ഇത് പാക്ക് ചെയ്തേക്കുന്നതെന്ന് പറയാം. ഇപ്പോൾ ഫുട്ബോളുകൾ എടുത്ത് ഞാനൊരു സ്ക്വയർ ബോക്സിനകത്തിട്ട് അല്ലേ, അവിടെ ഒരുപാട് ഗ്യാപ്പുകൾ എടുത്തില്ലേ ഈ ഫുട്ബോളുകളുടെ ഇടയിൽ. പക്ഷെ ഞാൻ ക്രിക്കറ്റ് ബോളുകളാണ് പറക്കിയ ഒരു ബോക്സിനകത്ത് ഇട്ടെങ്കിലോ അവിടെ ഗ്യാപ്പ് കുറവായിരിക്കും അല്ലേ. അപ്പോൾ ഒരു ഫുട്ബോളിനെ ചുറ്റിപ്പറ്റി ഒരു 10 ഫുട്ബോളുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫുട്ബോളിന്റെ കോർഡിനേഷൻ നമ്പർ ആയിട്ട് 10 ഫുട്ബോളുകൾ ഉണ്ടെങ്കിൽ, അതേ സ്ഥാനത്ത് ക്രിക്കറ്റ് ബോളിനകത്ത് എത്ര ഇത് കാണും? 10 കൂടുതലായിരിക്കും ചില, ചിലപ്പോൾ 20ഓ 30ഓ ബോളുകൾ ചിലപ്പം ഒരു ബോളിനെ ചുറ്റിപ്പറ്റി കാണും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്തോ പറയാം, എത്രത്തോളം ക്ലോസ് ആയിട്ടാണ് ആറ്റംസ് പാക്ക് ചെയ്തേക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തോ വെച്ച്? കോർഡിനേഷൻ നമ്പർ വെച്ചിട്ട്. അപ്പോൾ കോർഡിനേഷൻ നമ്പർ കൂടുതലാണെങ്കിൽ അത് ഹൈലി ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ മോർ ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ സിസ്റ്റത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ സ്ട്രക്ചറിൻ്റെയും എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസും കോർഡിനേഷൻ നമ്പറും നോക്കാം. അപ്പോൾ ഇതെന്താണ്? ഒരു ക്യൂബിക് സ്ട്രക്ചർ അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ. എല്ലാ കോർണറുകളിലും മാത്രമേ ആറ്റംസ് ഉള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കോർണർ ഇവിടെ ഒരു യൂണിറ്റ് സെൽ ഉള്ളതുപോലെ അപ്പുറത്തൊരു യൂണിറ്റ് സെല്ലുണ്ട്. ഇതിൻ്റെ ഈ ഒരു 4 യൂണിറ്റ് സെല്ല് ഓരോ ഈ കോർണറിൽ തന്നെ ഒന്ന് ഇവിടെ വേറൊരു യൂണിറ്റ് സെല്ല് വരും, ഇവിടെ വേറൊരു യൂണിറ്റ് സെല്ല് വരാം, ഇവിടെ വേറൊരു യൂണിറ്റ് സെല്ല് വരാം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടും പിന്നും വേറെ 4 യൂണിറ്റ് സെല്ലുണ്ട് അല്ലേ. അപ്പോൾ മൊത്തം ഒരു കോർണറിൽ 8 യൂണിറ്റ് സെല്ലുകൾ മീറ്റ് ചെയ്യുന്നില്ലേ? മീറ്റ് ചെയ്യുന്നുണ്ട്. ഈ 8 യൂണിറ്റ് സെല്ലുകൾ മീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ആറ്റത്തിനെ 8ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിലൊരു പോർഷനാണ് ഓരോ യൂണിറ്റ് സെല്ലിനകത്തും ഓരോ കോർണറിലും ഉള്ളത്. മനസ്സിലായോ? അതായത് ഓരോ കോർണറിലും അപ്പോൾ എത്ര ആറ്റംസ് ഉണ്ട്? 1/8 ഓഫ് ആൻ ആറ്റമേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ എത്ര ആറ്റംസ് ഉണ്ട് നമുക്കിവിടെ? അല്ല, എത്ര കോർണേഴ്സ് ഉണ്ട്? 8 കോർണറുകളുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയാം, ഒരു ആറ്റം 1/8 ആയിട്ടുണ്ട് ഒരു യൂണിറ്റ് സെല്ലിൽ. അപ്പോൾ നമുക്ക് എന്തോ എത്ര കോർണറുകളുണ്ട്? 8 കോർണറുകളുണ്ട് അല്ലേ. അപ്പോൾ 8 × 1/8 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? ഒരാറ്റം കിട്ടും. അതായത് മനസ്സിലായോ? 1/8 പോർഷൻ ഒരു കോർണറിലുണ്ട്. ടോട്ടൽ എത്ര കോർണേഴ്സ് ഉണ്ട്? 8 കോർണേഴ്സ് ഉണ്ട്. അപ്പോൾ 1/8 × 8 എന്ന് പറയുമ്പോൾ എന്താണ്? 1 ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയാം, കോർണറുകളിലായിട്ട് നമുക്ക് മൊത്തത്തിൽ ഒരാറ്റം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തോ പറയാം, എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ ഈസ് 1. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്തത് ഇതിൻ്റെ തന്നെ കോർഡിനേഷൻ നമ്പർ. അത് നിങ്ങൾ നോക്കിയോ, ഞാൻ നേരത്തെ പറഞ്ഞ 1/8 വരുന്നത്. ഇപ്പം ഈ ഒരു കോർണർ പോയിന്റ് നോക്കിയേ, ഇതിൻ്റെ താഴെ ഒരു സെല്ലുണ്ട്, ഇവിടെ ഒരു സെല്ലുണ്ട്, ഇവിടെ ഒരു സെല്ലുണ്ട്, ഇവിടെ ഒരു സെല്ല്, 4 എണ്ണം അല്ലേ. അത് കൂടാതെ ആ മുകളിൽ വേറൊരു സെല്ല്, വേറൊരു സെല്ല്, വേറൊരു സെല്ല്, വേറൊരു സെല്ല്. ഈ 4 സെല്ലിൻ്റെയും കൂടെ, ഈ 8 സെല്ലിൻ്റെയും കൂടെ മീറ്റിംഗ് പോയിന്റ് അല്ലേ ഈ ഒരു പോയിന്റ്. അപ്പോൾ ഈ ഒരു ആറ്റത്തെ എത്ര ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്? 8 ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട് അല്ലേ. അതാണ് ഇവിടെ ഞാൻ പറഞ്ഞത്, ഓരോ കോർണറിലും വരുന്നത്. ഇനി നമുക്ക് കോർഡിനേഷൻ നമ്പർ നോക്കുകയാണ്. അപ്പോൾ കോർഡിനേഷൻ നമ്പർ നോക്കണമെങ്കിൽ എങ്ങനെയാണ്? ഈ ഒരു ആറ്റത്തെ സറൗണ്ട് ചെയ്ത് 6 ആറ്റംസ് ഉണ്ട് ചുറ്റിപ്പറ്റി. അതെങ്ങനെ മനസ്സിലായി? ഈ ഒരു കോർണർ ആറ്റത്തിൻ്റെ ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഈ ഒരു കോർണർ ആറ്റത്തെ ചുറ്റിപ്പറ്റി എത്ര ആറ്റംസ് ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്? ഇവിടെ ഒരു ആറ്റം ഉണ്ട്, ഇവിടെ ഒരു ആറ്റം ഉണ്ട്. ഈ 2 ആറ്റം അല്ലേ മീറ്റ് ചെയ്യുന്നുള്ളൂ. ഈ കോർണർ ആറ്റം ഏറ്റവും നിയറസ്റ്റ് ആയിട്ടിരിക്കുന്ന ഈ 2 ആറ്റം അല്ലേ. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഇതേ കണക്ക് മീറ്റിംഗ് കാണത്തില്ലേ. നോക്കിയേ, ഇപ്പം ഞാൻ കാണിച്ചു തന്ന 2 ആറ്റംസ് ആണ് ഇതും ഇതും. അപ്പം ഈ ഫിഗറിൽ നിന്ന് എന്താ മനസ്സിലാക്കാം? ഈ ആറ്റമാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത്. ഇനി അതുകൂടാതെ എന്തുണ്ട്? അപ്പുറത്തെ സൈഡിൽ യൂണിറ്റ് സെല്ലിൽ ഇതേ കണക്ക് 2 ആറ്റംസ് മുട്ടിയിട്ടുണ്ട്. അതുകൂടാതെ എന്തുണ്ട്? ടോപ്പിലും ഓരോ ആറ്റം ഉണ്ട്, ബോട്ടത്തിലും ഓരോ ആറ്റം ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര ആറ്റംസ് ഈ ഒരു സിംഗിൾ ആറ്റത്തിൻ്റെ നൈബറായിട്ടുണ്ട്? 6 ആറ്റംസ്. അപ്പോൾ നമുക്ക് എന്തോ പറയാം, ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ 6 എന്ന് പറയാം. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലോ. അതായത് ഇവിടെ ഒരു ആറ്റത്തിൻ്റെ നിയറസ്റ്റ് ആയിട്ട് 2 ആറ്റം ഉണ്ട് ഒരു യൂണിറ്റ് സെല്ലിൽ തന്നെ അല്ലേ. അപ്പോൾ നമുക്ക് എന്തോ പറയാൻ പറ്റും, ഇതിൻ്റെ അപ്പുറത്തെ യൂണിറ്റ് സെൽ എടുക്കുവാണെങ്കിൽ അവിടെയും ഇതേ കണക്ക് 2 ആറ്റംസ് ഇല്ലേ ഈ ആറ്റത്തിന് ജോയിനിങ് കോണ്ടാക്റ്റ് ആയിട്ട്. നോക്കിയേ, ഇവിടെ 2 ആറ്റം, ഇവിടെ 2 ആറ്റം, 2 യൂണിറ്റ് സെല്ലിലായിട്ട്.
ഇനി അതുകൂടാതെ തന്നെ ടോപ്പിൽ ഒരു ആറ്റം കോണ്ടാക്ട് ഇല്ലേ, ബേസിലും ഒരു ആറ്റം കോണ്ടാക്ട് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഈ ഒരു ആറ്റത്തിന് എത്ര നൈബേഴ്സ് ഉണ്ട്? 6 നൈബേഴ്സ് ഉണ്ട്, നിയറസ്റ്റ് നൈബേഴ്സ്. ഓക്കെ ഓക്കെ അപ്പോൾ കോർഡിനേഷൻ നമ്പറും എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസും സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിൽ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തത് ബോഡി സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. അപ്പോൾ ബോഡി സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ എന്തോ സംഭവിച്ചത്? 4 കോർണറുകളിൽ ആറ്റം ഉണ്ട്. ഇതാ 4 കോർണർ ആറ്റം. അത് കൂടാതെ ബോഡിയുടെ സെൻറ്ററിൽ ഒരു ആറ്റം ഉണ്ട് അല്ലേ. ഇനി നമ്മൾ ഈ സെൻട്രൽ ആറ്റം നോക്കുകയെന്ന് വെച്ചാൽ ഈ സെൻട്രൽ ആറ്റത്തിന് എത്ര നിയറസ്റ്റ് ആറ്റംസ് ഉണ്ട് നൈബറിങ് ആറ്റമായിട്ട്? ഇതാ 1/8 1/8 1/8 ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ ഓരോ പോർഷൻ? ഇതെല്ലാം ഓരോ ആറ്റം അല്ലേ. അപ്പോൾ ഈ ആറ്റംസ് എല്ലാം യവനുമായിട്ട് ഈ നടുക്കത്തെ ബോഡി സെൻട്രൽ ആറ്റമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 8 ആറ്റംസ് ഈ ഒരു സിംഗിൾ സെൻറ്റർ ബോഡി സെൻറ്റർ ആറ്റമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തോ പറയാം? കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ 8 എന്ന് പറയാം. ഇനി നമുക്ക് എന്തോ കണ്ടുപിടിക്കാനുള്ളത്? എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ 1/8 വെച്ചിട്ട് എല്ലാ കോർണറുകളിലും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് 8 കോർണറുകളിലോട് കൂടി എത്ര ആറ്റംസ് ഉണ്ട്? 1/8 വെച്ചിട്ട് ഒരു ആറ്റം അല്ലേ. അതായത് 8 കോർണേഴ്സ് ഇൻറ്റു ഓരോ കോർണറിലും 1/8 ആറ്റം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ഒരു ആറ്റം കിട്ടും. അത് കൂടാതെ എന്തുണ്ട്? ഇതിൻ്റെ ബോഡിയുടെ സെൻട്രലായിട്ട് വേറൊരു ആറ്റം കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയാം? ടോട്ടൽ ആ ബോഡി സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചറിൽ എത്ര ആറ്റംസ് ഉണ്ടെന്ന് പറയാം? 2 ആറ്റംസ്. സോ ദ ഇഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ ഈസ് 2. മനസ്സിലായോ? അതായത് 1/8 ആറ്റംസ് വെച്ചിട്ട് 8 കോർണറിലും പിന്നെ ബോഡി സെൻട്രലായിട്ട് ഒരു ആറ്റം, അങ്ങനെ മൊത്തത്തിൽ എത്ര ആറ്റം ഉണ്ട്? 2 ആറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ കോർഡിനേഷൻ നമ്പർ നമ്മൾ എന്തോ പറഞ്ഞ്, ഒരു ബോഡിയായിട്ട് 8 കോർണറുകളിലായിട്ട് ഓരോ ആറ്റംസ്, അല്ലെങ്കിൽ ഒരു ആറ്റത്തിനെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ നൈബറായിട്ട് 8 കോർണറുകളിലും ഉള്ള ആറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തോ പറയാം? 8 ആറ്റംസ് ഈ ഒരു സെൻട്രൽ ആറ്റത്തിൻ്റെ നൈബറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോർഡിനേഷൻ നമ്പർ = 8 എന്ന് പറയാം. ഓക്കെ. ഇനി ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. അപ്പോൾ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ എന്തോന്ന് ഞാൻ പറഞ്ഞു, ഓരോ ഫേസിൻ്റെയും സെൻറ്ററുകളിൽ ഓരോ ആറ്റംസ് ഉണ്ട് അല്ലേ. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, ഇവിടെ ഒരു ഉണ്ടോ ഈ ഒരു യൂണിറ്റ് സെല്ല് മാത്രമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിവിടെ ഫേസ് സെൻറ്ററുകളിലെ ആറ്റംസിനെ ശ്രദ്ധിച്ചോ. കോർണേഴ്സിലെല്ലാം 1/8 ആറ്റംസ് വെച്ചിട്ടുണ്ട്, അത് നമ്മൾ ആദ്യമേ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ ഫേസ് സെൻറ്ററിലെ ആറ്റം ശ്രദ്ധിച്ചോ, ഒരു ആറ്റത്തിൻ്റെ പകുതിയേ ഉള്ളൂ അല്ലേ, ബാക്കി പകുതി തൊട്ടപ്പുറത്തെ യൂണിറ്റ് സെല്ലിൽ ഇരിക്കുക. അപ്പോൾ എന്തോ ചെയ്തു, ഓരോ ഫേസ് സെൻറ്ററുകളിലും പപ്പാതിയായിട്ട് ആറ്റം ഉണ്ട്, ഹാഫ് ആറ്റംസ് ഇരിക്കുക ഓരോ ഫേസിൽ. ഇപ്പോൾ ടോട്ടൽ എത്ര ഫേസ് ഉണ്ട് ഈ ഒരു യൂണിറ്റ് സെല്ലിന്? 6 ഫേസ് ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്തോ പറയാൻ പറ്റും? 6 ഫേസ് സെൻറ്റർ ആറ്റംസിനെ നമുക്ക് അവിടെ കാണാം. അതിലെല്ലാ ആറ്റത്തിൻ്റെ അര വെച്ചിട്ട് ഒരു യൂണിറ്റ് സെല്ലുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം? 6 × ഹാഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എന്ന് പറയുമ്പോൾ ഫേസ് സെൻറ്റർ ആറ്റംസ് എത്ര എണ്ണം ഉണ്ട്? 3 ആറ്റംസ് ഉണ്ട്. കോർണേഴ്സ് ആറ്റംസ് എത്ര ഉണ്ട്? 1/8 വെച്ചിട്ട് 8 കോർണറിലായിട്ട് ആകുമ്പോഴത്തേക്ക് എന്തോ ഒരാറ്റം ഉണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലിൽ നമുക്ക് എത്ര പറയാം? 3 + 1 = 4 എന്ന് പറയാം. ഓക്കെ. ഇനി FCC സ്ട്രക്ചറിൻ്റെ കോർഡിനേഷൻ നമ്പർ നമുക്ക് നോക്കാം. അപ്പോൾ കോർഡിനേഷൻ നമ്പർ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഒരു ഫേസ് സെൻറ്റർ ആറ്റത്തിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ഈ ഫേസ് സെൻറ്റർ ആറ്റം കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്തോ മനസ്സിലാവും? ഈ ഫേസ് സെൻറ്റർ ആറ്റത്തിൻ്റെ അതേ പ്ലെയിനിൽ 4 കോർണർ ആറ്റംസ് ഉണ്ട്. ആ 4 കോർണർ ആറ്റംസിനും ഈ ഫേസ് സെൻറ്റർ ആറ്റമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ഇനി ഇതിൻ്റെ താഴത്തെ പ്ലെയിനിലോ വേറെ 4 ഫേസ് സെൻറ്റർ ആറ്റങ്ങൾ ഈ ഒരു ടോപ്പിലെ ഫേസ് സെൻറ്റർ ആറ്റമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. അതെങ്ങനെയാണ്? ഇതൊരെണ്ണം. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ ഒരെണ്ണമുണ്ട്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഫേസിലും ഒരെണ്ണമുണ്ട്. അപ്പം മൊത്തം 4 ഫേസ് സെൻറ്റർ ആറ്റംസ് ഈ ടോപ്പിലെ ഫേസ് സെൻറ്റർ ആറ്റമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര? 8 ആയി. ഇനി ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി ഹാഫ് മോളത്തെ യൂണിറ്റ് സെല്ലല്ലേ ഇരിക്കുന്നത് ഈ ഒരു ഫേസ് സെൻറ്റർ ആറ്റത്തിൻ്റെ. ആ ബാക്കി ഹാഫുകളുമായിട്ട് ആ മോളത്തെ യൂണിറ്റ് സെല്ലിലെ 4 ഫേസ് സെൻറ്റർ ആറ്റത്തിന് കോണ്ടാക്ട് ഇല്ലേ? അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ എന്തോ മനസ്സിലാവും? ഈ ഒരു ഫേസ് സെൻറ്റർ ആറ്റത്തിന് ടോപ്പ് ലെയറിൽ 3 ഫേസ് സെൻറ്റർ ആറ്റമായിട്ട് 4 ഫേസ് സെൻറ്റർ ആറ്റമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ബോട്ടം ലെയറിലും 4 ഫേസ് സെൻറ്റർ ആറ്റമായിട്ടും കോണ്ടാക്ട് ഉണ്ട്. അത് കൂടാതെ 4 കോർണർ ആറ്റമായിട്ടും കോണ്ടാക്ട് ഉണ്ട്. അപ്പോൾ ടോട്ടലി 4 + 4 + 4 = 12
അപ്പോൾ ഒരു ആറ്റത്തിന് 12 ആറ്റംസുമായിട്ട് നിയറസ്റ്റ് കോണ്ടാക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നൈബർ ആയിട്ട് ക്ലോസസ്റ്റ് നൈബേഴ്സ് ആയിട്ട് 12 പേരുണ്ട് ഒരു ഫേസ് സെന്റർ ക്യൂബിക് ലാറ്റിസിന്. ഓക്കെ, ഇനി ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് നോക്കാം. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവുന്നത്? ഒരു ടോപ്പ് ഫേസും ബോട്ടം ഫേസും മിഡിൽ ഫേസും ഉണ്ടല്ലേ. ടോപ്പ് ഫേസിൽ 6 കോർണർ ആറ്റം ഉണ്ട്, ബോട്ടം ഫേസിലും 6 കോർണർ ആറ്റം ഉണ്ട്, മിഡിലിൽ 3 ആറ്റംസ് ഉണ്ട്, അത് നടുക്കായിട്ടിരിക്കുക 3 ആറ്റംസ്. ഇനി അതുകൂടാതെ ടോപ്പിലും ബോട്ടത്തിലും ഓരോ ഫേസ് സെന്റർഡ് ആറ്റംസും ഉണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ നോക്കാം. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് എന്താ പറയാം, ഈ ഒരു കോർണറിൽ, അതായത് ഈ ഒരു കോർണറിൽ ഈ ഫ്ലോറിൽ തന്നെ ഇവിടെ 1, 2, 3 എണ്ണം വെച്ച് ടോപ്പിലും ബോട്ടത്തിലും കൂടെ ഒരു കോർണറിൽ തന്നെ 6 യൂണിറ്റ് സെല്ലിന്റെ മീറ്റിംഗ് പോയിന്റ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഈ ഒരു കോർണറിൽ 1/6 ഓഫ് ആൻ ആറ്റം ആണ് ഷെയർ ചെയ്തേക്കുന്നത്. അപ്പൊ ടോട്ടലി എത്ര കോർണേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6. 6 കോർണർ ടോപ്പിലും ഉണ്ട്, 6 കോർണർ ബോട്ടത്തിലും ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ പറയാം, 1/6 ഓഫ് ആൻ ആറ്റം ഇൻറ്റു 12 കോർണേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ, ടോട്ടൽ 2 ആറ്റംസ് ആണ് കോർണറുകളിലായിട്ട് ഷെയർ ചെയ്തേക്കുന്നത്. മനസ്സിലായോ? അത് കൂടാതെ ടോപ്പിലെയും ബോട്ടത്തിലെയും ഫേസ് സെന്ററിൽ എത്ര ഹാഫ് ആറ്റംസ് വെച്ചുണ്ട് അല്ലേ? ടോപ്പിലൊരു ഹാഫ് ആറ്റം, ബോട്ടത്തിലൊരു ഹാഫ് ആറ്റം. അപ്പൊ നമുക്ക് ഹാഫ് ഇൻറ്റു 2 1. അപ്പം ഫേസ് സെന്റർ ആറ്റംസ് ആയിട്ട് എത്ര എഫക്റ്റീവായിട്ട് ഒരെണ്ണവും കോർണർ ആറ്റംസ് ആയിട്ട് എഫക്റ്റീവായിട്ട് 12 കോർണറിലായിട്ട് 1/6 വെച്ച് ടോട്ടൽ 2 ആറ്റംസും ഉണ്ട്. ഇനി എന്തുണ്ട്? അത് കൂടാതെ ഇതിന്റെ മിഡിൽ പോർഷനിൽ 3 ആറ്റംസ് ഫുള്ളായിട്ട് ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ പറയാം, 3 atoms at the center, each atom contributes fully to the unit cell. അപ്പോൾ എന്ത് ചെയ്യും, 3 atoms എഫക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ഫോർ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് നമുക്ക് എന്താ പറയാം, 2 കോർണർ ആറ്റംസ് പ്ലസ് 1 ഫേസ് സെന്റർ ആറ്റം പ്ലസ് 3 മിഡിൽ ലെയർ ആറ്റം. ടോട്ടൽ 6 നമ്പർ ഓഫ് ആറ്റംസ് ആണ് എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. എന്തിനാണ്? ഒരു ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഓക്കെ, ഇപ്പോൾ ഡൗട്ടില്ലല്ലോ. ഓരോ കോർണറിലും 1/6 ആറ്റംസ് വെച്ചിട്ട് ഉണ്ട്. നേരത്തെ നമ്മൾ പഠിച്ചത് ഇതിനകത്തൊക്കെ 1/8 ആറ്റംസ് വെച്ചു, കാരണം അവിടെ ക്യൂബിക് സെല്ലാണ്. അതുകൊണ്ട് അവിടെ തന്നെ ഓരോ കോർണറിനും 8 ആയിട്ടാണ് ഡിവൈഡ് ആയി പോകുന്നത്. ഇവിടെ എന്തോ സംഭവിക്കുന്നത്, ഇവിടെ 6 കോർണേഴ്സ് ഉള്ളതുകൊണ്ട് 1/6 വെച്ചിട്ട് ഓരോ കോർണറും ഡിവൈഡ് ആവും. അപ്പം 1/6 വെച്ച് ഓരോ 1/6 ആറ്റംസ് ആണ് ഓരോ കോർണറിലും ഷെയർഡ് ആയിട്ടുള്ളത്. അതുകൂടാതെ ഫേസ് സെന്റർ ആറ്റത്തിന്റെ ഹാഫ് പോർഷൻ വെച്ച് 2 ഫേസ് സെന്റർ ആറ്റം ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഫേസ് സെന്റർ ആറ്റംസ് 1ഉം കോർണർ ആറ്റംസ് 2ഉം പിന്നെ കൂടാതെ 3 ആറ്റംസ് സെന്ററിൽ ഫുൾ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 3 ആറ്റംസ്. അപ്പോൾ ടോട്ടലി എത്ര മൊത്തത്തിൽ 2 + 1 + 3 6 ആറ്റംസ് ആണ് എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. ഈ കോർഡിനേഷൻ നമ്പർ നോക്കുവാണെങ്കിലോ, ഈ വീഡിയോ നോക്കിയാൽ നമുക്ക് കോർഡിനേഷൻ നമ്പർ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അതുകൊണ്ട് ആദ്യത്തെ ഫേസിനകത്ത് 6 കോർണർ ആറ്റവും ഒരു ഫേസ് സെന്റർ ആറ്റവും, മിഡിൽ ഫേസിൽ 3 ആറ്റംസ് വന്നു. ഇനി അതിന്റെ ടോപ്പ് ഫേസിലോട്ട് അടുത്ത ലെയർ ആറ്റംസ് വരും. നോക്കിക്കോ, ഇത് അടുത്ത ലെയർ വന്നു, ഇനി അടുത്ത 3 എണ്ണം അതിന്റെ മുകളിൽ. അപ്പൊ നമ്മൾ ഇത്ര ഒരു പോർഷനാണ് നമ്മൾ എന്തോ ഒരു ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആയിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത് അല്ലേ? ഇപ്പൊ നോക്കിക്കാണ്ട ഉണ്ടോ, ഇത്ര ഒരു പോർഷൻ നമ്മൾ മിഡിലുള്ള 3 എണ്ണം, ടോപ്പിലുള്ള 6 എണ്ണം. ഇനി കോർഡിനേഷൻ നമ്പർ കണ്ടുപിടിക്കാം. ഇത് ഈ ഒറ്റ ഒരു പോർഷനാണ് നമ്മൾ യൂണിറ്റ് സെൽ. കോർഡിനേഷൻ നമ്പർ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കണ്ടോ, ഇതിന്റെ നടുക്കല്ല ഈ ഒരു സെന്റർ ഫേസ് സെന്റർ ആറ്റത്തെ കൺസിഡർ ചെയ്താൽ നമ്മൾ എന്തോ മനസ്സിലാക്കും, അതിന്റെ മുകളിൽ 3 പേരുണ്ട്, താഴെ 3 പേരുണ്ട്, ഈ ലെയറിൽ 6 പേരുണ്ട് അല്ലേ? അതായത് ഈ ടോപ്പിലെ ഫേസ് സെന്റർ ആറ്റമായിട്ടുള്ള ഈ നടുക്കിരിക്കുന്ന ആറ്റത്തെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തോ മനസ്സിലാവും, ആ ലെയറിൽ തന്നെ അവർക്ക് 6 കോർണർ ആറ്റമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. അതിന്റെ ടോപ്പിലെ 3 ആറ്റമായിട്ടും ബോട്ടത്തിലെ 3 ആറ്റമായിട്ടും കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്ര പറയാം, 6 + 3 + 3 = 12. അപ്പോൾ ഒരു ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിന്റെ കോർഡിനേഷൻ നമ്പർ നമുക്ക് എന്താ പറയാം, 12 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിന് കോർഡിനേഷൻ നമ്പർ എങ്ങനെ മനസ്സിലായല്ലോ. ഈ ഫേസ് സെന്റർ ആറ്റം എടുക്കുകയാണെങ്കിൽ അവന് മുകളിലത്തെ യൂണിറ്റ് സെല്ലിനകത്ത് ഇതേപോലത്തെ 3 പേരുണ്ട്, ഈ സെയിം യൂണിറ്റ് സെല്ലിനകത്ത് 3 പേര് നടുക്കും ഇരിപ്പുണ്ട്. അത് കൂടാതെ 6 പേര് കോർണറിലായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ടോട്ടലി 6 + 3 + ടോപ്പിലെ 3 12. അങ്ങനെയാണ് കോർഡിനേഷൻ നമ്പർ. ഓക്കെ, അപ്പോൾ കോർഡിനേഷൻ നമ്പർ മനസ്സിലായല്ലോ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിന്റെ. ഓക്കെ, താങ്ക് യു.